ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൽഗൂസ് ലിറ്റിൽ വേൾഡ്. ഇന്നത്തെ വീഡിയോ കുറേ ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. എൻ്റെ ഫോൺ കുറച്ച് ദിവസമായിട്ട് പണിമുടക്കിലായിരുന്നു, എനിക്ക് എഡിറ്റിംഗ് ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. കുറേ ദിവസം തരുമ്പോൾ നമ്മുടെ മെയ് ലാസ്റ്റ് വീക്ക് കേട്ടോ. മെയ് ലാസ്റ്റ് വീക്കിൽ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, വെക്കേഷൻ ആയതുകൊണ്ട് ചേച്ചിയുടെ പിള്ളേർക്ക് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ വെക്കേഷൻ കഴിയാറെ അവർ വീട്ടിൽ കൊണ്ടാക്കണമെങ്കിൽ പിന്നെ അവരെയും കൂടെ കൊണ്ടുവന്ന് കറങ്ങാൻ പോകുമെന്ന് വിചാരിച്ചു. നമ്മൾ എറണാകുളം പോകുന്നതാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ആ ദിവസങ്ങൾ എല്ലാവർക്കും അറിയാം, നല്ല മഴയായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ എറണാകുളം മാറ്റി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ മാത്രമാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു തൃപ്പൂണിത്തറ ഹിൽ പാലസിലേക്കായിരുന്നു. തൃപ്പൂണിത്തറ ഹിൽ പാലസ് എന്ന് പറയുമ്പോൾ കുറേ പേർക്കൊക്കെ മനസ്സിലാവും, നമ്മുടെ മണിച്ചിത്രത്താഴ് മൂവി ഷൂട്ട് ചെയ്ത കൊട്ടാരം കേട്ടോ. അവിടെ ചെന്നിട്ട് താഴെ മുതൽ മുകളിൽ വരെ എല്ലാ ഭാഗങ്ങളും വീഡിയോ എടുക്കുന്ന വെച്ചിട്ടോ പോയത്. അവിടെ ഞങ്ങളുടെ പ്ലാനിങ് തെറ്റി ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12:15 അവിടെ എത്തിയത്. പിന്നെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് 12:30 വരെ നമുക്കവിടെ കയറാൻ പറ്റുള്ളൂ എന്ന്. 12:30 കഴിഞ്ഞാൽ പിന്നെ 2 മണിക്ക് ശേഷം നമുക്കവിടെ കയറാൻ പറ്റുള്ളൂ. ഞങ്ങളാണെങ്കിൽ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ 12:25. പിന്നെ മോള് വരെ എത്തണം. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ നോക്കാതെ ഞങ്ങൾ ഓട്ടമായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും, ഇത് ഞാൻ പരമാവധി സ്ലോ മോഷനിലിട്ടേക്കാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഓടി കയറിയിട്ടോ പോണത്. പക്ഷേ 2-3 സെക്കൻഡുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി മാത്രം ഇതിനെ സ്ലോ മോഷനിലേക്ക് ആക്കിയതാണ്. പിന്നെ മോളിൽ കയറി ചെന്നാലും അതിൻ്റെ സൈഡിലായിട്ടൊരു ക്ലോക്ക് റൂം ഉണ്ട്. അവിടെ പോയി നമ്മൾ നമ്മുടെ ചെരുപ്പൊക്കെ ഊരി വയ്ക്കണം, എന്നിട്ട് വേണം വന്ന് കയറാനായിട്ട്. അപ്പോൾ ഒരു കണക്കിന് നമ്മൾ 12 ആയപ്പോഴും ചെരുപ്പൊക്കെ ഊരിയിട്ട് അവിടെ എത്തി നമുക്ക് കയറാൻ പറ്റിയിട്ടാണ്. കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ കാണുന്നത് ഇതുപോലെ രാജസദസ്സാട്ടോ. രാജസദസ്സും രാജാവിൻ്റെ സിംഹാസനവും ഒക്കെ കാണാം. പിന്നെ ഈ കാണുന്ന ഇടനാഴി ഉണ്ടല്ലോ, ഇത് കാണുമ്പോൾ ശരിക്കും മണിച്ചിത്രത്താഴ് സിനിമ ഓർമ്മ വരുന്നുണ്ട്. ഇവിടുത്തെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് വീഡിയോ എടുക്കൽ അലൗഡ് അല്ല, നമുക്ക് ഫോട്ടോ മാത്രമേ പെർമിഷനുള്ളൂ. പിന്നെ ഫോട്ടോ എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ താഴെ വന്ന് ടിക്കറ്റ് എടുക്കാൻ സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു പാസും കൂടെ നമ്മൾ മേടിക്കണം. നമ്മുടെ എത്ര പേര് വന്നിട്ടുണ്ടോ അവർക്കുള്ള ടിക്കറ്റ് 30 രൂപയായിട്ടോ ടിക്കറ്റ് അഡൽസിന്. ആ ടിക്കറ്റ് എടുക്കണം. പിന്നെ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കണം. അതുകൂടാതെ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ടിക്കറ്റും. അത് നമുക്ക് ഒരു ഫോണിന് 20 രൂപയാണ്. നമ്മളൊരു 5 പേര് വന്നിട്ടുണ്ട്, 5 ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 100 രൂപ. അങ്ങനെ എത്ര ഫോണിനാണോ അതിനനുസരിച്ച് വേണം നമ്മൾ ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ കേട്ടോ. പിന്നെ തുടങ്ങിയപ്പോൾ തന്നെ ആ വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഓടി കയറിയ വന്നേന്. നമുക്ക് വേണമെങ്കിൽ വണ്ടി മോള് വരെ എത്തിക്കാം കേട്ടോ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾ ആദ്യം പോയി വണ്ടി പാർക്ക് ചെയ്തായിരുന്നു. പാർക്ക് ചെയ്തതിന് ശേഷമാണ് ടിക്കറ്റൊക്കെ എടുക്കാൻ പോയപ്പോൾ സമയത്തിൻ്റെ കാര്യം അറിഞ്ഞത്. പിന്നെ വണ്ടി പാർക്ക് ചെയ്ത് നിർത്തുന്ന എടുത്തുകൊണ്ട് വരുമ്പോൾ സമയം എടുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഓടി കയറി മുകളിലേക്ക് വന്നത് കേട്ടോ. അവിടുത്തെ സമയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 9 മുതൽ 12:30 വരെയും പിന്നെ 2 മുതൽ 4:30 വരെയാണ് സമയം. അപ്പോൾ ഇനി പോകുന്നവർ എന്തായാലും അത് ശ്രദ്ധിച്ച് പോകണം കേട്ടോ. സമയം നമ്മളൊന്ന് ക്രമീകരിച്ച് പോകാൻ നോക്കണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പഴയ രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ ആയുധങ്ങളും അങ്ങനെ കുറേ സാധനങ്ങൾ, അവരന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ, ഒരുപാട് സാധനമൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അവിടെ കുറേ അമ്പലങ്ങളുടെ, നമ്മുടെ പ്രധാനപ്പെട്ട അമ്പലങ്ങളുടെയൊക്കെ മിനിയേച്ചർ പോലെ വെച്ചിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ, കൂടൽമാണിക്യം, അങ്ങനെ പ്രധാനപ്പെട്ട അമ്പലത്തിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ മാതൃക അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോണവർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവുന്നത് രാജാവിൻ്റെ ആ സ്വർണ്ണ കിരീടവും പിന്നെ അന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആഭരണങ്ങളൊക്കെ ആയിരിക്കും. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിട്ട് ഞങ്ങളൊക്കെ കണ്ടു നിന്നത്. പിന്നെ ആ ഭാഗത്ത് നമുക്ക് ഫോട്ടോസും അലൗഡ് അല്ല, അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്ത് ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. 240 പവനിൽ സ്വർണ്ണവും മാണിക്യവും മരതകവും എല്ലാം ചേർത്തുണ്ടാക്കിയ ആ കിരീടം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അത് രാജാവിന് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കിരീടമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറം കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞായറാഴ്ചയായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പുറത്തിറങ്ങിയ പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. എന്നാൽ ഞങ്ങൾ കുറച്ച് സേവ് ദ ഡേറ്റ് മാതൃകയിൽ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. താമരയും ആമ്പലൊക്കെ ഉള്ളൊരു വലിയ കുളം അവിടുത്തെ ആകർഷണങ്ങളിലൊന്നാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷേ അധികം പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് പേര് ആ കുളത്തിൻ്റെ അടുത്തൊക്കെ വന്നിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും പോയി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന മറ്റ് ചെടികളായാലും അതെട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല രസത്തിൽ. അയ്യോ എന്താ ഇപ്പോൾ പറയുക, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും നല്ല ഭംഗിയിലാട്ടോ പോയിട്ട് നിൽക്കണത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ആരെങ്കിലും ഇനി വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച പാലസ് അവധിയാട്ടോ, ബാക്കി എല്ലാ ദിവസവും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അറിയാത്തവർ ഇനിയിപ്പോൾ വരുമ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണ്ട വരാനായിട്ട്. അപ്പോൾ മെയിനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇനി വരാൻ പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം സമയമാണ്. രാവിലെ 9:30 മുതൽ 12:30 വരെയും 2 മണി മുതൽ 4:30 വരെയും. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഫോണിൽ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് അതിനുള്ള പാസ് നമ്മൾ മുന്നേ എടുക്കണം. പിന്നെ തിങ്കളാഴ്ച അവധിയാണ്. പിന്നെ നമ്മളിതാ ഈ ഒരു സ്ഥലത്തോടെയായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമയിൽ കണ്ടിട്ടുള്ള ആ ഒരു ഇത് തന്നെയാണ്. ഇതിലെ പോകുമ്പോൾ കണ്ടു ഇടയ്ക്കിടയ്ക്ക് തൂണുകളുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പഴയ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പണ്ട് കല്യാണത്തിനൊക്കെ കുറേ നാൾ മുന്നേ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് നടക്കുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ കൂടി ഇവിടെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇതിലേ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കുറച്ച് പെൺപിള്ളേർ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ചുമരയിൽ എന്തൊക്കെ കോറി വരച്ച് അവർ പേരൊക്കെ എഴുതിയിട്ടുണ്ട് പോയി.
അവർ എഴുതുന്ന കണ്ടിട്ട് ഇവന്മാർ കണ്ട് ഇവന്മാർ വന്ന് എന്തൊക്കെ കൊത്തിക്കോറി ഇവരുടെ പേരും എഴുതിയിട്ടു. അതും കണ്ടുകൊണ്ട് അടുത്ത പോലീസുകാർ വന്നു. അവരത് പ്രശ്നമാക്കി. അവർ പറഞ്ഞു ഒന്നിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ചുമരൊക്കെ കഴുകി കൊടുക്കണമെന്ന്. അങ്ങനെ അവിടുത്തെ കുറേ തൂണുകൾ അവന്മാരെ കൊണ്ട് കഴിപ്പിച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് അനിയനായിരുന്നു എൻ്റെ ക്യാമറമാൻ. അവൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്നിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നണ്ടോ വലിയ തിരക്കൊന്നുമില്ലല്ലോ എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കറക്റ്റ് 12:30 പോയി കയറിയതുകൊണ്ട് ഞങ്ങൾ കയറിയതിന് ശേഷം പിന്നെ വേറെ ആരും കയറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് വന്നില്ല. ഞങ്ങൾ കയറിയിട്ടുള്ള കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ കയറുന്നവർ കുറേ പേരൊക്കെ ഇറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് പേരും കൂടി ഉണ്ടായുള്ളൂ. അതായിട്ട് വലിയ തിരക്കില്ലാത്തത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വന്ന് ചേരുന്നത് വേറൊരു കൊട്ടാരത്തിലേക്ക് കേട്ടോ. ഇതൊരു ചെറിയ കൊട്ടാരമാണ്. ഇതാണ് ഫസ്റ്റിലേ ഉണ്ടായിരുന്ന കൊട്ടാരം. ഇവിടെ നിന്നാണ് അത്രയും വലിയ കൊട്ടാരം വെച്ചിട്ട് അവർ മാറിയത് എന്നാണ് നമ്മൾ അവിടെയുള്ളവർ പറഞ്ഞു കേട്ടത് കേട്ടോ. അവിടെ വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല മഴ കിട്ടി. അതുമാത്രമല്ല ആ കൊട്ടാരം പൂട്ടിയിട്ടേക്കായിരുന്നു. അത് 1 മണിക്ക് അടയ്ക്കും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മണിക്കേ തുറക്കുകയുള്ളൂ. പിന്നെ മഴ ആയതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം ഒരു അരമണിക്കൂറിൽ മേലെ ഞങ്ങളുടെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വന്നു. അതുകൊണ്ട് മഴയൊക്കെ മാറി കഴിഞ്ഞപ്പോഴേക്കും കേട്ടോ കൊട്ടാരം തുറന്നതും. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കണ്ടത്. അവിടെ ഉണ്ടായിരുന്നത് പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന കുടങ്ങൾ, കലങ്ങൾ, അതുപോലെ ശർക്കരയൊക്കെ ഇട്ട് വയ്ക്കണം അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ കേട്ടോ ഈ ഒരു കുളം. അയ്യോ നല്ല അടിപൊളി നല്ല പച്ച കളറിൽ കിടക്കുന്ന വെള്ളവും. പിന്നെ ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനത്തെ നേരിട്ട് ഇങ്ങനത്തെ കുളം കണ്ടിട്ടുള്ളത്. ഈ പടിപ്പുരയോട് കൂടിയിട്ടുള്ള കുളം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ വലിയേട്ട സിനിമയിലൊക്കെ. അല്ലാതെ നേരിട്ടാകെ ഇവിടെ മാത്രമായിട്ട് ഇത് കണ്ടിട്ടുള്ളൂ. ഇതിനോട് ചേർന്ന് കുറേ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇരുന്ന ആ ചെറിയ കൊട്ടാരം ഉണ്ടല്ലോ, പഴയ കൊട്ടാരം എന്ന് പറഞ്ഞത്, അതിൻ്റെ ഒരു സൈഡ് വശമായിട്ടോ ഈ കാണുന്നത്. ഇവിടുന്ന് താഴെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് ആ കുളത്തിൻ്റെ അവിടേക്ക് എത്തുന്നത്. അവിടുന്ന് പോയത് പിന്നെ മാനുകളെ കാണാനായിരുന്നു കേട്ടോ. അപ്പോൾ മാനുകളെ കാണാൻ പോണ വഴിക്ക് താഴെയായിട്ട് ഇതുപോലെ ചെറിയൊരു തുരങ്കം ഉണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ഉള്ളൊക്കെ വെള്ളം അറിഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയിരുന്നില്ല കേട്ടോ. കുറേ നാൾ മുന്നേ ഞാൻ BA പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റഡി ടൂറായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഈ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വെള്ളം കാരണം കൊണ്ട് നമുക്ക് കയറാനൊരു മടിയായി. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് മാൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ മാൻ അവിടെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിക്ക് മുന്നേ ഞങ്ങൾ മഴ പെയ്യുന്നതിന് മുൻപായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ വന്നത്. ആദ്യം കുളം കാണാൻ പോണെങ്കിൽ മുന്നേ ഇവിടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് മാനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഈ സൈഡിനോട് ചേർന്ന് നമുക്ക് നമ്മുടെ അടുത്തായിട്ട്. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ആ കുളത്തിൻ്റെ അവിടേക്കും പോയി മാനുകളും ഉള്ളിലേക്ക് പോയായിരുന്നു. പിന്നെ മഴ മാറിക്കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ മാനുകളൊക്കെ കുറേ അകലെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഇലയൊക്കെ കാട്ടി ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് 1-2 മാനൊക്കെ വന്നു തുടങ്ങി കേട്ടോ. മാൻകുട്ടന്മാരോടും കുറച്ച് നേരം സംസാരിച്ച് നിൽക്കുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നും നടന്ന് പോയി കഴിഞ്ഞപ്പോഴാ ഞാൻ അവിടെ ഒരു സംഭവം കാണുന്ന ഒരു വലിയൊരു ഡിനോസർ. ഇത് ഞാൻ മുന്നേ വന്നപ്പോൾ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നോന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വലിയൊരു ഡിനോസർ കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാർ നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കി, ആൾക്കാരൊക്കെ അതിൻ്റെ അടിയിൽ ഒരു ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ അത്രയും വലിപ്പമുള്ള ഡിനോസർ ഞാൻ നമുക്ക് എത്തിക്കാൻ നോക്കിയിട്ട് എനിക്ക് അതുമ്മേ വാലുമയ്ക്ക് എത്തണ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും ഹൈറ്റിലായിരുന്നു. പിന്നെ അവിടെ നമ്മൾ പിന്നെയും തിരിച്ച് കൊട്ടാരത്തിൻ്റെ അവിടേക്ക് തന്നെ എത്തിയിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാറായിട്ടുണ്ട്. നമ്മൾ 2:30 ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇനി സമയം കുറേ ബാക്കിയുണ്ട്, ഇനി എന്താ ചെയ്യുക, നമുക്ക് എവിടേക്കെങ്കിലും പോകണമെന്ന്. അപ്പോൾ പിന്നെയും എറണാകുളം തന്നെ ഓപ്ഷൻ വെച്ചു. നമുക്കവിടെ കുറച്ചും കൂടി ഉള്ളൂ എറണാകുളത്തേക്ക്. പക്ഷേ അവിടെ ചെന്നാൽ ചിലപ്പോൾ ബ്ലോക്ക് കിട്ടും. മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞോണം മറൈൻ ഡ്രൈവിലോ അല്ലെങ്കിൽ പാർക്കിലോ ഒന്നും പിള്ളേർക്കൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് വേറെ എവിടേക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അരീക്കൽ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അരീക്കൽ എന്ന് പറഞ്ഞിട്ട് വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എറണാകുളത്ത് പോകണേക്കാളും ദൂരം ഉണ്ട് കേട്ടോ അരീക്കലിലേക്ക്. പക്ഷേ എറണാകുളത്ത് ബ്ലോക്ക് എങ്ങനെ ആയാലും എന്ന് വെച്ചിട്ട് നമ്മൾ അരീക്കൽ വെള്ളച്ചാട്ടം കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിക്ക് മുന്നായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് നമുക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങിയത്. നമ്മൾ ആദ്യം തന്നെ ഹോട്ടലിൽ കയറി നമ്മുടെ ഫേവറേറ്റ് മന്തി കഴിക്കാനിരുന്നു. ഇപ്പം മന്തി നല്ല വില്ലനായിട്ടൊക്കെ നിൽക്കുകയാണ്. എന്നാലും എന്താണെന്നറിയില്ല, മന്തിയോട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക എന്താ പറയുക, പ്രത്യേക ഇഷ്ടമാണ് മന്തി എല്ലാവർക്കും. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ അരീക്കൽ വെള്ളച്ചാട്ടം കാണാൻ പോയി. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. ഞാനൊരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം. ഇതിലേക്ക് ഇട്ടാൽ ഇതിപ്പോൾ ഓൾറെഡി അത്യാവശ്യം വലിയൊരു വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ലോങ് ആക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെന്തായാലും ആ വീഡിയോ ഇടുമ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.